ഓബദ്യാവ്. പ്രിയ കൂട്ടുകാരെ, ബൈബിൾ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലെ 31-ാമത്തെ പുസ്തകമായ ഓബദ്യാവിലേക്ക് കടക്കുകയാണ്. പഴയ നിയമത്തിലെ ഏറ്റവും ചെറിയ പുസ്തകമാണ് ഓബദ്യാവ്. ഈ പുസ്തകം ഓബദ്യാവിനുണ്ടായ ദർശനമാണെന്നല്ലാതെ ഓബദ്യാവിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങളോ ഇതെഴുതിയ സമയമോ ഒന്നും വേദപുസ്തകത്തിൽ നിന്ന് ലഭ്യമല്ല. ഓബദ്യാവിനെ കുറിച്ചുള്ള അറിവിനേക്കാൾ പ്രാധാന്യം ദൈവം നൽകുന്ന സന്ദേശത്തിനാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് പുസ്തകം നൽകുന്ന സന്ദേശത്തിലേക്ക് കടക്കാം. ദൈവം ഓബദ്യാവിൽ കൂടി അരുളി ചെയ്തത് പ്രധാനമായും ഏദോമിനുള്ള ന്യായവിധിയായിരുന്നു. ഏദോം ഇസഹാക്കിന്റെ മകനും യാക്കോബിന്റെ സഹോദരനുമായ ഏശാവാണെന്ന് കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ജനനം മുതൽ തുടങ്ങിയ ശത്രുത തലമുറകൾ പിന്നിട്ടിട്ടും വർദ്ധിച്ചതല്ലാതെ കുറഞ്ഞിരുന്നില്ല. ദൈവം തനിക്ക് സ്വന്തം ജനമായി തിരഞ്ഞെടുത്ത ഇസ്രായേലിനെ ഒരു രാജ്യമായി പിറവിയെടുക്കുന്നതിന് മുൻപ് തന്നെ ഏദോം എതിർക്കുവാൻ തുടങ്ങിയിരുന്നു. കനാൻ ദേശത്തേക്കുള്ള അവരുടെ യാത്രയിൽ ഏദോമിൽ കൂടി കടന്നു പോകാൻ ഇസ്രായേൽ മക്കളെ ഏശാവിന്റെ സന്തതികൾ അനുവദിച്ചില്ല. തുടർന്ന് അവരൊരു രാജ്യമായി തീർന്നതിന് ശേഷവും അവസരം കിട്ടുമ്പോഴൊക്കെ അവരെ മറ്റു രാജ്യങ്ങളുമായി ചേർന്ന് ഏദോം ഉപദ്രവിച്ചിരുന്നു. അതിനു പുറമെ ഇസ്രായേൽ തന്നെ പാപം ചെയ്ത് ദൈവത്തിന്റെ ശിക്ഷണ നടപടികൾക്ക് വിധേയമാകുമ്പോൾ അതിലവർ അധികം സന്തോഷിക്കുകയും ചെയ്തു. നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുതെന്നും അവൻ ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുതെന്നും ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ഏദോം തന്റെ സഹോദരന്റെ വീഴ്ചയിൽ ആനന്ദിച്ചു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഏശാവ് ഗ്രഹത്തിന് ഒരു ശേഷിപ്പ് പോലും അവശേഷിപ്പിക്കാതെ നശിപ്പിച്ചു കളയും എന്ന് ദൈവം അറിയിച്ചു. ഏദോമിന് മാത്രമല്ല, യഹോവയുടെ നാളിൽ സകല ജാതികൾക്കും യഹോവയുടെ ന്യായവിധി നേരിടേണ്ടി വരും എന്നും ഓബദ്യാവ് പ്രവചിച്ചു. എന്നാൽ തന്റെ ജനത്തിന് ഒരു രക്ഷിതഗണം ഉണ്ടാകും എന്നും അവർ തങ്ങളുടെ അവകാശം കൈവശമാക്കും എന്നും ദൈവം അരുളി ചെയ്തു. ആ രക്ഷിതഗണത്തിന്റെ ഭാഗമാകുവാൻ നമ്മളെയും ദൈവം അനുവദിക്കുന്നു. അതിന് നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു വഴി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നത് മാത്രമാണ്. ആ വഴിയിലേക്ക് പ്രവേശിക്കുവാനുള്ള സമയവും നമുക്ക് മുന്നിൽ കുറഞ്ഞു വരികയാണ്. രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. ദൈവം അനുഗ്രഹിക്കട്ടെ.